ഏപ്രിൽ 1 മുതൽ നിങ്ങളുടെ ഓഫീസിലെ സാലറി സ്ലിപ്പ് നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന തുക പഴയതുപോലെ തന്നെയാണോ? നിങ്ങളുടെ CTCയിൽ മാറ്റമൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ ശമ്പള ഘടന അടിമുടി മാറാൻ പോവുകയാണ്. 2026 ഏപ്രിൽ 1 നിലവിൽ വരുന്ന ആദായ നികുതി നിയമം 2025 അതിന്റെ ചട്ടങ്ങളും നമ്മൾ ഇതുവരെ ശീലിച്ച ശമ്പള സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്നു. സർക്കാർ നികുതി നിരക്കുകളല്ല കൂട്ടുന്നത്, മറിച്ച് നികുതി കാണിക്കുന്ന രീതിയിലാണ് മാറ്റം വരുന്നത്. ഇത്രയും കാലം കമ്പനികൾ പല സൗജന്യങ്ങൾക്കും അലവൻസുകൾക്കും നൽകിയിരുന്ന ഇളവുകൾ ഇനി നടപ്പില്ല. സൗജന്യ വീട്, കമ്പനി കാർ, വൈദ്യുതി, വെള്ളം ബില്ലുകൾ, ക്ലബ് മെമ്പർഷിപ്പ്, അങ്ങനെ ഇതുവരെ നികുതി രഹിതമായി കണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും ഇനി നിങ്ങളുടെ ടാക്സബിൾ ഇൻകത്തിൽ പെടും. അതെ, കൂടുതൽ തുകയ്ക്ക് ഇനി നികുതി നൽകേണ്ടി വരും. ഇതിനൊപ്പം ലേബർ കോഡിലെ പുതിയ നിർദ്ദേശവുമുണ്ട്. നിങ്ങളുടെ ആകെ CTCയുടെ 50% ബേസിക് സാലറി ആയിരിക്കണം. ഇത് നിങ്ങളുടെ PF ഗ്രാറ്റുവിറ്റി വിഹിതം കൂട്ടുമെങ്കിലും കയ്യിൽ കിട്ടുന്ന അലവൻസുകൾ കുറയ്ക്കും. ചുരുക്കത്തിൽ കമ്പനികൾക്ക് ഈ സാലറി സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ പഴയതുപോലെ സ്വാതന്ത്ര്യമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പഴയ നികുതി രീതി തുടരണോ അതോ പുതിയതിലേക്ക് മാറണോ? നിങ്ങൾ ഒരുപാട് അലവൻസുകളും ഡിഡക്ഷനുകളും ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പഴയ രീതിയാകും ലാഭം. എന്നാൽ സാലറി സിമ്പിൾ ആണെങ്കിൽ പുതിയ രീതി കൂടുതൽ സൗകര്യപ്രദമാകും. ഈ മാറ്റങ്ങൾ വരുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിർണായകമാണ്. ജീവനക്കാരുടെ ശ്രദ്ധയ്ക്ക് ഏപ്രിൽ 1 മുൻപായി ഈ കാര്യങ്ങൾ തീർച്ചയായും ചെയ്യുക. നിങ്ങളുടെ നിലവിലെ സാലറി സ്ട്രക്ചർ പൂർണ്ണമായും പരിശോധിക്കുക. പുതിയ നിയമപ്രകാരം ഏതൊക്കെ ആനുകൂല്യങ്ങളാണ് നികുതിക്ക് വിധേയമാകുന്നതെന്ന് മനസ്സിലാക്കുക. പുതിയതും പഴയതുമായ ടാക്സ് റെജീമുകൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ലാഭകരമായത് തിരഞ്ഞെടുക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ സാലറി സ്ട്രക്ചറിൽ വരുത്തുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കമ്പനിയുടെ HR വിഭാഗവുമായി സംസാരിക്കുക. ചുരുക്കത്തിൽ നിങ്ങളുടെ സാലറി സ്ലിപ്പ് ഇനി പഴയതുപോലെ ആയിരിക്കില്ല. നിയമങ്ങൾ മാറുകയാണ്. അതനുസരിച്ച് നമ്മുടെ സാമ്പത്തിക പ്ലാനിങ്ങും മാറേണ്ടതുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ മാസാവസാനം കയ്യിൽ കിട്ടുന്ന തുകയിൽ വലിയ കുറവുണ്ടാകും. അറിവാണ് ഏറ്റവും വലിയ കരുത്ത്. അത് നികുതിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. കൂടുതൽ അറിവുകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.